സുഹൃത്തുക്കളുമായുള്ള തർക്കത്തെ തുടർന്ന് അവരെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകി സഹപാഠി. ബംഗളൂരുവിലെ സ്വകാര്യ കോളേജിലെ മലയാളി വിദ്യാർത്ഥികളാണ് ഗുണ്ടാസംഘത്തിന്റെ ആക്രമണത്തിനിരയായത്. വിദ്യാർത്ഥികളുടെ പക്കൽ നിന്ന് പണവും മൊബൈൽ ഫോണും ലാപ്ടോപ്പുകളും കവർന്ന സംഘത്തിലെ 6 പേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. തമിഴ്നാട് സ്വദേശിയ സഹപാഠിയാണ് തമിഴ്നാട്ടിലെ കൊട്ടേഷൻ ടീമിന് ബംഗളൂരിലെത്തി മലയാളി വിദ്യാർത്ഥികളെ തല്ലാൻ കൊട്ടേഷൻ നൽകി. സുഹൃത്തുക്കളുമായി ഉണ്ടായ വാക്കുതർക്കത്തിന്റെ പേരിലാണ് ആക്രമിക്കാനായി ഗുണ്ടാ സംഘത്തെ ഏർപ്പെടുത്തിയത്. മലയാളി വിദ്യാർത്ഥികളും സഹപാഠിയായ തമിഴ്നാട് സ്വദേശിയായ അഭിനേഷും തമ്മിലുള്ള തർക്കമാണ് ബംഗളൂരു കൊണയക്കുണ്ടയിൽ വീട് കയറിയുള്ള ആക്രമണത്തിലും മോഷണത്തിലും കലാശിച്ചത്. തർക്കത്തിന് പിന്നാലെ അഭിനേഷ് നാട്ടിലുള്ള സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തുകയായിരുന്നു. അഭിനേഷിന്റെ ആവശ്യപ്രകാരം എത്തിയ 6 അംഗ സംഘം വിദ്യാർത്ഥികൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൽ അതിക്രമിച്ചു കയറി മർദ്ദിക്കുകയായിരുന്നു. പതിനൊന്ന് വിദ്യാർത്ഥികളാണ് ഇവിടെ താമസിച്ചിരുന്നത്. എങ്കിലും 4 പേർ വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. മുറിയിലുണ്ടായിരുന്ന ആദർശ്, ഡാർവിൻ, മുഹമ്മദ് സൽമാൻ, ഉത്തരേഷ്, ഇർഫാൻ മുഹമ്മദ്, ബെയ്സിൽ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ഇവരുടെ പക്കൽ നിന്നും പണവും മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും അക്രമികൾ അപഹരിച്ചു. പരാതി ഉയർന്നതോടെ പോലീസ് നടത്തിയ അന്വേഷണമാണ് 6 അംഗ സംഘത്തെ കുടുക്കിയത്. അഭിനേഷ്, വിമൽ രാജ്, പ്രേംകുമാർ, കലൈവേന്ദർ, നവീൻ കുമാർ, കുമരൻ എന്നിവരാണ് പിടിയിലായത്. ഇവരുടെ പക്കൽ നിന്ന് പണവും മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. 24 ബംഗളൂരു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.